സ്റ്റീഫൻ എന്താ മോനെ? ഇപ്പോഴാണോ ഞാൻ നിങ്ങളുടെ കണ്ണിൽ പെട്ടത്? ആരാത് ആ കുതിരപ്പുറത്തിരിക്കുന്ന നീഗ്രോ? ഹായ് സ്റ്റീഫൻ, എന്താ നീ ഇത്ര ചൂടില്? രാവിലെ ഒന്നും കഴിച്ചില്ലേ? ആ പറഞ്ഞത് എന്തായാലും സത്യം തന്നെയാ. പക്ഷേ എന്റെ അഭാവത്തിൽ നിങ്ങൾ എന്തായാലും സന്തോഷിച്ച് കാണും, അതല്ലേ അതിനെ ശരി. പക്ഷേ ഞാൻ നിങ്ങളെ കാണാതെ വല്ലാതെ വേദനിച്ചു കേട്ടോ. ഹരി, കാര്യത്തിലേക്ക് കടക്കാം. ആ കുതിരപ്പുറത്തിരിക്കുന്നില്ലേ ആ നീഗ്രോ, അവൻ ആരാ? മൊട്ടെ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേരും എന്റെ കുതിരയുടെ പേരും പറയാം. ആരെയാണോ നീ മൊട്ടയെന്ന് വിളിച്ചത്? അടിമത്തണ്ടി, ഞാൻ വിചാരിച്ചാ നിന്റെ മണ്ണ് തീറ്റിക്കും, മനസ്സിലായോ? വേണ്ട, അത് വലിയ കാര്യമാക്കണ്ടെന്നേ. ജാങ്കോ അവന്റെ കൂട്ടുകാരനാ. ആരാ ഇവൻ? നീഗ്രോയാ? അവന്റെ ഇടപാടുകാരാ. ഇവര് രണ്ടുപേരും എന്റെ അതിഥികളും കൂടിയാണ്. ജാങ്കോ, ഇത് നിന്റെ ജാതിയിൽപ്പെട്ടവനാണെങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാ. എന്റെ കറുത്തമുത്തേ, അതാണ് ജാങ്കോ. അന്തം വിട്ട് നോക്കാതോ. എന്തിനാണ് നിങ്ങൾ ആ നീഗ്രോയെയും എന്നെയും താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജാങ്കോയും അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ഡോക്ടറും എന്റെ അതിഥികൾ മാത്രമല്ല, എന്റെ കച്ചവടക്കാരും കൂടിയാ. അതുകൊണ്ട് എന്റെ കറുത്ത മുത്തേ, കൊച്ചു തെമ്മാടി, അവരെ അതിഥികളായി മാത്രം കാണാൻ കേട്ടോ. മനസ്സിലായോ? എന്റെ മൊട്ട തലയാ. മനസ്സിലാവുന്നുണ്ട് സാർ. എന്നാലും എന്തിനാണ് നിങ്ങൾ ആ നീഗ്രോയെ? അതൊന്നും നീ അറിയണ്ട, അന്വേഷിക്കുകയും വേണ്ട. ഓക്കെ സാർ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. കൊള്ളാം. ഇന്ന് രാത്രി അവരെവിടെയാണ് താമസിക്കുന്നത്? മുകളിലത്തെ മുറിയൊക്കെ റെഡിയാക്കാൻ നോക്ക്. ഇവനെയും നമ്മുടെ ബംഗ്ലാവിൽ താമസിപ്പിക്കണോ ഞാൻ? എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്റെ അതിഥികളാ. എന്ന് വെച്ച് ബംഗ്ലാവിൽ വേണം? എന്റെ വീട് എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് പോലും വിചാരിക്കാൻ നിങ്ങൾ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ. തന്റെ ഈ ഭരണമൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. നിന്റെ പ്രശ്നം നീ മര്യാദയ്ക്ക് പെരുമാറുന്നില്ല. അത് പരിഹരിച്ചിട്ട് നീ ആദ്യം കൊണ്ടുപോയി ഇവരെ രണ്ടുപേരും മുറി കാണിച്ചു കൊടുക്കാൻ നോക്ക്. ശരി സാർ, ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ചെല്ല്. ഒരു നീഗ്രോയെ കൊണ്ടുവന്ന് ബംഗ്ലാവിൽ താമസിപ്പിക്കാൻ പോകും.